ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാമാനോട്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് പോയിസൺസും അതിൻ്റെ ആൻറ്റിഡോട്ട്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് പോയിസൺസും അതിൻ്റെ ആൻറ്റിഡോട്ട്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈ ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പോയിസൺസും അതിൻ്റെ ആൻറ്റിഡോട്ട്സും നമുക്ക് നോക്കാം. ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, പോയിസൺസിനെതിരായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ആൻറ്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിഡോട്ട്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനൊക്കെ കിട്ടും. ഇപ്പോൾ ആൻറ്റിഡോട്ട്സിൻ്റെ ഡെഫിനിഷൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റിഡോട്ട്സ് എന്ത് ചെയ്യുന്നു? കൗണ്ടർ ആറ്റ് ദ എഫക്റ്റ് ഓഫ് പോയിസൺസിൻ്റെ എഫക്റ്റിനെ കൗണ്ടറാക്ട് ചെയ്യുകയാണ് ആൻറ്റിഡോട്ട്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിസൺസും അതിൻ്റെ ആൻറ്റിഡോട്ട്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആസിഡ്സ് കൊറോസീവ് പോയിസണിങ് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് അൻറ്റാസിഡ് സച്ചാസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ആൽക്കലി പോയിസണിങ് ആണെങ്കിൽ, അത് കോസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റിഡോട്ട്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് സച്ചാസ് ഡൈല്യൂട്ടഡ് വിനീഗറും ലെമൺ ജ്യൂസും ആയിരിക്കും അതിൻ്റെ ആൻറ്റിഡോട്ട്സ്. ആൽക്കലോയിഡ്സ് ലൈക്ക് മോർഫിൻ ആൻഡ് നിക്കോട്ടിൻ ആണെങ്കിൽ അതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:10,000 പ്ലസ് നലോക്സോൺ. ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ആൽക്കലോയിഡ്സ് പോയിസണിങ് വരുമ്പോൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിസണിങ് ആണ് ആസ്പിരിൻ പോയിസണിങ്. ആസ്പിരിൻ പോയിസണിങ്ങിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ട്സ് ആണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പ്ലസ് സോഡിയം ബൈകാർബണേറ്റ്. നെക്സ്റ്റ് പോയിസണിങ് ആണ് അട്രോപ്പിൻ പോയിസണിങ്. അതിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് ഫൈസോസ്റ്റിഗ്മിൻ. നെക്സ്റ്റ് പോയിസണിങ് ആണ് സയനൈഡ് പോയിസണിങ്. അതിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് 100% ഓക്സിജനും അമൈൽ നൈട്രേറ്റ് ഇൻഹലേഷനുമാണ് കൊടുക്കുന്നത് സയനൈഡ് പോയിസണിങ്ങിന്. നെക്സ്റ്റ് പോയിസണിങ് ആണ് അയൺ പോയിസണിങ്. അതിന് കൊടുക്കുന്ന ഡ്രഗാണ് ഡെഫറോക്സമീനും സോഡിയം ബൈകാർബണേറ്റ് 1% ലാവേജ്. ഡെഫറോക്സമീൻ്റെ സ്പെല്ലിങ് DEFEROXAMINE. ഡെഫറോക്സമീനും സോഡിയം ബൈകാർബണേറ്റ് 1% ലാവേജുമാണ് അയൺ പോയിസണിങ്ങിന് കൊടുക്കുന്നത്. മെഥനോൾ പോയിസണിങ്ങിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് സോഡിയം ബൈകാർബണേറ്റും എഥനോളും. NaHCO3 ആണ് സോഡിയം ബൈകാർബണേറ്റും എഥനോളും ആണ് മെഥനോൾ പോയിസണിങ്ങിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് ഓർഗാനോ ഫോസ്ഫേറ്റ് ഇൻസെക്ടിസൈഡ് പോയിസണിങ്ങിന് നമ്മൾ കൊടുക്കുന്നത് അട്രോപ്പിൻ ആൻഡ് പ്രാലിഡോക്സിൻ മെക്സിലേറ്റും അട്രോപ്പിനുമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫീനോൾ പോയിസണിങ് ആണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ലൈക്ക് ഒലിവ് ഓയിൽ ഓർ അതേഴ്സ് ഓയിലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അറിയാത്ത പോയിസണിങ് ആണെങ്കിൽ അൺനോൺ പോയിസണിങ്, നമുക്ക് ഏത് പോയിസണാണ് അറിയത്തില്ലെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻ സസ്പെൻഷൻ ഇൻ വാട്ടർ. നെക്സ്റ്റ് പോയിസണിങ് ആണ് ഈഥൈൽ ഗ്ലൈക്കോൾ പോയിസണിങ്. അതിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് എഥനോൾ. നെക്സ്റ്റ് ഓറൽ ആൻറ്റികോയാഗുലൻ്റ് പോയിസണിങ് ആണെങ്കിൽ വൈറ്റമിൻ കെ. അതാണ് വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ഫൈറ്റോമെനാഡയോൺ അല്ലെങ്കിൽ ഫ്രഷ് പ്ലാസ്മയാണ് കൊടുക്കുന്നത്. ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ഫൈറ്റോമെനാഡയോൺ പിന്നെ ഫ്രഷ് പ്ലാസ്മയുമാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പാരസിറ്റമോൾ പോയിസണിങ് വരുവാണെങ്കിൽ കൊടുക്കുന്നതാണ് ആൻറ്റിഡോട്ടാണ് N-അസറ്റൈൽ സിസ്റ്റൈൻ. നെക്സ്റ്റ് ബീറ്റ അൻറ്റഗോണിസ്റ്റിൻ്റെ പോയിസണിങ് ആണെങ്കിൽ പ്രൊപ്രനലോൾ കൊടുക്കും. നെക്സ്റ്റ് ഹെവി മെറ്റൽസിൻ്റെ പോയിസണിങ് ആണെങ്കിൽ ചീലേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ മെറ്റൽ അൻറ്റഗോണിസ്റ്റും കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ആൻറ്റിഡോട്ട്സും അതിൻ്റെ പോയിസണിങ്ങും. അത് കുറേ പോയിസണിങ്സ് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പം കുറച്ച് പോയിസണിങ്സും അതിൻ്റെ ആൻറ്റിഡോട്ട്സും ആണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.